ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. ഞാൻ നിങ്ങൾക്കൊരു മൈക്ക് മേടിച്ചു തരാം. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞ ലോകാര്യം ഞങ്ങൾക്കും കൂടി കേൾക്കാലോ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുട്ടാ. ശരിയാണല്ലോ. മാളൂനെതിരെ സാക്ഷി പറയാനായിട്ട് എന്തായിരുന്നു വായ്ത്താള ഉത്സാഹം. ഇപ്പൊ ഒന്നും പറയാനില്ലട്ടാ ഫ്രണ്ട് വെച്ചിട്ടിരിക്കുന്ന ആൾക്കാർക്ക്. സാറേ മൈക്ക് ഏതാ തരാൻ പോണേ ഞങ്ങൾക്ക് മിണ്ടാനായിട്ട്? സാറേ നല്ല കമ്പനിയുടെ മൈക്ക് തരണേ, എന്നാൽ നല്ല സൗണ്ട് ഉണ്ടാവുള്ളൂ. ഇവിടെ എന്ത് പറപ്പൊട്ടനാണ് സാർ, കളിയാക്കിയതാന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലെന്നുള്ളവന്. അയ്യോ അടിമാളു, അവരുടെ കൂട്ടത്തിൽ മണ്ടനവനാന്ന് തോന്നുന്നു. അല്ലടി മാളു? ഏകദേശം നിന്നെ പോലെ തന്നെ. ആടാ നിനക്ക് കച്ചേരി നടത്താൻ ഞാൻ ഈ മൈക്കും കൂടി മേടിച്ചു തരാം. അതിനും കൂടി കുറവുള്ളൂ. നിനക്കൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. ഇയാളിത് എന്ത് മനുഷ്യനല്ലേ എന്തിക്കാലേ? എന്തിക്കടാ എങ്കേ അല്ലടില്ല ഇങ്ങനല്ലേ പറഞ്ഞ മൈക്ക് സെറ്റ് തരാന്ന്. എന്നിട്ട് ഇപ്പൊ എന്തിട്ട് ഇങ്ങനെ പറഞ്ഞാലേ? ആ ഫ്ലോ അങ്ങോട്ട് പോയി പുല്ലടങ്ങാനായിട്ട്. അല്ലേലും പഠിക്കാത്ത പിള്ളേർക്ക് കൂടി ചോദിക്കാൻ പറയാനായിട്ടില്ലേ ശരിമാരേ? അഞ്ജലിയുടെ പേപ്പർ എന്നാ തൽക്കാലം അഞ്ജലി പോയി സീറ്റ് പോയിരിക്കും. അല്ല അടുത്ത വീട് ആരോട് നിങ്ങക്ക്? രമ്യ ടീച്ചർ അല്ലേ അടുത്ത വീട്? രമ്യ ടീച്ചർ ഇന്ന് ലീവ് എന്നാ പറഞ്ഞിട്ട്. അപ്പൊ ആ പീരീഡ് ഞാൻ വരാം. എന്നിട്ട് ബാക്കിയുള്ള പേപ്പർ ഞാൻ ആ പീരീഡ് തരാം കേട്ടോ. അശോ നിനക്ക് ചെവിട് കേട്ടോടാ എന്റെ പൊന്നു സുബ്ര. അതല്ല സാറ് പറഞ്ഞേ. അശോ രമ്യ ടീച്ചറിനില്ലപ്പോ? അതല്ലേ ഇപ്പൊ പറഞ്ഞ സുബ്ര, നീ ഏത് ലോകത്താടാ? അല്ലേലും പഠിക്കാത്ത പിള്ളേരെ കൂടി ചോദിക്കാനും പറയാനായില്ലേ ശരിമാരേ? ഒന്നും മിണ്ടാണ്ടിരുന്ന വെറുപ്പിരി ശവമേ. ഈ ഒറ്റ ഡയലോഗ് ഒരു ദിവസം 100 വട്ടം പറയും. ശവം ഒന്നും മിണ്ടാണ്ടിരുന്ന ഈ ഒറ്റ ഡയലോഗത്തിന് എത്ര നാൾ പിടിച്ചു തന്നെ സുബ്ര. ഒന്ന് മാറ്റി പിടിക്കണ, നിർത്തണ. ആടിയില്ല മണിയ നീ പറയണ പോലെ. ഇങ്ങേർക്ക് ഇങ്ങനെ പീരീഡ് മാത്രം വന്നാ പോരെ, എന്തിനാ ബാക്കിയുള്ള ടീച്ചർമാരെ പീരീഡ് വരികേറി വരണേ? അയ്യോ എടാ ഷിബു, നിന്റെ വായ കളക്കിലട മോനെ. ഇങ്ങനെ മിണ്ടി കഴിഞ്ഞാല് ഒന്ന് നിർത്തട മോനെ. ഇന്റർവെല്ലായി മൂത്ര വെച്ചിട്ട് പോയോ ചെല്ലി. എന്ത് നോക്കാനാടി? എന്ത് വിടാനാടി? എന്തിട്ട് വിടാൻ? ഞാൻ ഉമ്പുള്ളാൻ പോട്ടാ. നിങ്ങൾ വേണ്ടില്ല ഉമ്പുള്ളാൻ? സുബ്ര നിനക്കിതാണ് ഇപ്പൊ പ്രധാനം. ഇതെന്തല്ലാടി എന്താടി അപ്പൊ ഉമ്പുള്ളന്റെ മനുഷ്യന് നിങ്ങൾക്ക് ഉമ്പുള്ളണ്ടപ്പോ? അശോ എടാ സുബ്ര നീ ഒരു കാര്യം ചെയ്യ്. നീ ഉമ്പുള്ളി ചാച്ച ഉറങ്ങിക്കോ. ചെല്ലി ചെല്ലടാ. എടീലാമനിയെ ഉമ്പുള്ളാൻ പോവാടി. പക്ഷെ ചാച്ച ഉറങ്ങാൻ സ്ഥലമില്ലേ അവിടെ? എവിടെ സ്ഥലമില്ലെന്നാടാ സുബ്ര? അല്ല ടോയ്ലറ്റില് സ്ഥലമില്ലെന്ന് പറഞ്ഞാ ചാച്ച ഉറങ്ങാനായിട്ട് ഉമ്പിളിട്ടോടെ വേണമെങ്കിൽ. സുബ്രേ കുറച്ച് നേരത്തേക്ക് നീ മണ്ടത്തരം പറയാണ്ട് നിന്റെ വായ നടച്ചു വെക്കോ. ഞങ്ങൾക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക പ്ലീസ്. അടിയാമണിയ നീ പറയണ പോലെ. മോനെ അവളോട് പോയി ചോദിച്ചിട്ടുള്ള കാര്യോടെ നീ എണീക്കടാ. വായോ ആടിയില്ലാമണി. അവളുടെ മുടനെ നമുക്ക് തീർക്കണം. ഈ ശിവ ആരാണെന്ന് അവൾ അറിയും. ആരാടാ? ആരാണ് അവൾ? ആരുടെ മുട മാറ്റുന്നത്? ശിവ എന്തെല്ലാം പറയണ? സുബ്ര നിന്റെ ശിവയുടെ ആ കാസാട ചെറുപറയടാ മിണ്ടടിന്നേടാ. അശോ ശിവനെ എന്താടാ? സുബ്ര നീനും മിണ്ടാടിന്നെ. നീ ഞങ്ങളുടെ കൂടെ ജസ്റ്റ് ഒന്ന് വന്നാ മതി. ഞങ്ങൾ മാളുവിന്റെ കാര്യമാണ് പറഞ്ഞത്, മനസ്സിലായ? മാളുവിന്റെ കാര്യമാണോ? അങ്ങനെ പണ ഇപ്പൊ മനസ്സിലായില്ല മനിയ. മനസ്സിലായല്ലോ, അത് മതി ധാരാളം. ഭയ പോവാ ഭയം. അതിന് മാള് പോയല്ലോ. അശോ എണീക്കട. അവൾ എവിടെ പോയാലും അവൾ അവിടെ പോട്ട് പോതച്ചു. ഈ ലീലാമണി പിള്ളേരും എണീക്കട പിള്ളേരെ. അല്ല പിന്നെ വാടി ലീലാമണിയെ വാടി. നിങ്ങളെല്ലാരും കൂടി തിരുത്തി പിടിച്ചെങ്ങോട്ടെ? നിന്റെ അപ്പൂപ്പിന് വായിക്കുളി മേടിക്കാനായിട്ട് വഴിന്ന് പറഞ്ഞ മാറടാ. എന്റെ കൂട്ടുകാരി മാളുവിനോട് ചോദിച്ചാൽ മതി എന്തിട്ട് പറ്റിയെന്ന്. വഴിന്ന് മാർഗി ഉണ്ടകണ്ണി. മാളുവിനോട് തോറ്റാന് കളിപ്പായിരിക്കും, അല്ലാണ്ട് എന്താ? നീ പൊട്ടനാടാ പൊട്ടനാ. എന്താണ് സുബ്ര നീ അങ്ങനെ ചോദിച്ചേ? എന്റെ പൊന്നിരാകലെ ഇന്റർവ്യൂവിൽ എല്ലാരും പോണത് ഉമ്പോളാണല്ലേ. പിന്നെ ചോദിക്കേണ്ട കാര്യം നീ മണ്ടനടാ. എടാ സുബ്ര നീയാ? എന്റെ പൊന്നു സുബ്ര അറിയാണ്ട് ചോദിച്ചാടോ. സോറി, ക്ഷമിക്ക് നീ. അയ്യോ അത് മറന്നുപോയി. ഞാൻ പോട്ടെ. അപ്പൊ ശരി. അതെ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി നിങ്ങളോട്. എന്തിട്ടാ? എന്ത് കാര്യ? ഇമ്പോർട്ടന്റ് ആണോ? നിങ്ങൾക്ക് വിഷമൊന്നാവില്ലല്ലോ? ഇല്ലല്ലോ. നീ ചോക്കി എന്തിട്ടാ? നിങ്ങൾ തമ്മിൽ ലവ് ആണോ?
അശ്ശോ ശിവമോൻ വിളിക്കുന്നേ, ഞാൻ പോട്ടേട്ടാ. അപ്പൊ ശരി രാഹുലെ, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എൻജോയ്. അപ്പൊ ശരി. എന്ത് വൃത്തികെട്ട മൈൻഡല്ല അവന്റെ. അശ്ശേ, എന്ത് വൃത്തിയിടാവും പറഞ്ഞേ. അല്ലടി മിന്നുസേ, നീ അത് കാര്യാക്കണ്ട, അവന് തമാശ പറഞ്ഞായിരിക്കുള്ളൂ. സംഭവം മണ്ടനാണെങ്കിലും അവൻ പറഞ്ഞാല് കാര്യമില്ലാതില്ലാതില്ലാതില്ലോ ഡൗട്ട് ഉണ്ട്. മിന്നുസേ, രാഹുലിന്റെ വയറിഞ്ഞൂട്ടാ. സന്തോഷായി. അവന്റെ ഒരു സന്തോഷം. രാഹുലിന്റെ പേരുള്ളവരൊക്കെ കോഴിയാ, എനിക്ക് മനസ്സിലായി. രാഹുലിന്റെ പേരുള്ളവരൊക്കെ കോഴികളാണത്രേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്തേര് പേര് രാഹുലിനല്ലേ? കുറുക്കുത്തിമാളും പാക്കറന്തേണ്ടി. ഇന്നത്തോടുകൂടി ഞാൻ അവളുടെ നുണ പറച്ചിൽ മാറ്റും. വാടിയില്ല മണി എപ്പോഴത്തേക്കാ അവളെ വായോ. അല്ല സുബ്രന്റെ ആ പൊട്ടം വന്നില്ലേ? തേപ്പെട്ട പോയി കിടക്കണവൻ. എടാ സുബ്രേ, എവിടാ നീ? എടാ പൊട്ടാ, എവിടാ? ആ ശിവമോനെ, എന്തെടാ മാളൂനെ കണ്ടാ? നിന്റെ കണ്ണിലല്ലേ മത്ത കുത്തിണ്ട? എന്റെ പൊന്നു സുബ്രോ, അവിടെ നിക്കണ്ട, നീ കാണില്ലേ? അയ്യോ, എന്റെ കണ്ണില് മത്ത കുത്തിണ്ടാ? ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ എടാ സുബ്രേ, ഒന്ന് നിർത്തടാ. ഇന്നത്തേക്കോളായി, ഒന്ന് നിർത്ത്. അയ്യോ ഇഡ്ലിലാമണിയെ, എന്താടി നീ എവിടെ പോയി കിടക്കാറെന്നോ മരഭൂതമേ? ഞാൻ കിടന്നിട്ടില്ല, ക്ലാസ് റൂമിൽ കിടക്കാൻ പറ്റില്ല സുബ്രേ. എന്താടാ ഇഡ്ലിലാമണി, ഇവനങ്ങോട്ട് ചവിട്ടി കൂട്ടി കൊന്നാലാ? എന്ത് വെറുപ്പിക്കടാ ചവമേ. അയ്യോ ശിബുവേ, എന്താടാ നീ കുറച്ചേക്ക് വാ തുറക്കണ്ട ശിബുവേ, മനസ്സിലായ? മനസ്സിലായില്ല ഞാൻ നീ പറയണ പോലെ. സുബ്രോ, നീ എവിടെ പോയി കിടക്കാറെന്നോ എന്റെ പൊന്നു മോനെ? നീ ചത്ത ഒന്ന് മിണ്ടട പൊട്ടാടാ. ഇവൻ ചത്തോന്ന് തോന്നണേ. എടാ സുബ്രോടാ, നീയല്ലേ പറഞ്ഞ വായർച്ചിരിക്കാനായിട്ട്? എന്റെ പൊന്നു സുബ്രോ, നിന്നോട് വാദിച്ചിരിക്കാന്ന് ഞങ്ങൾക്ക് പറ്റില്ല. നിന്റെ കാലിക്ക് ഞാൻ വീണു, സോറി. കാലിലൊന്നും വീണ്ട ശിവമോനെ, എന്തിനാണ് വെറുതെ? ശുഭ്രമോനെ നിന്നെ ഞാൻ ഒന്നും പറയില്ല, കാരണം പറഞ്ഞിട്ട് ഒരിക്കലും കാര്യമില്ല. എടാ ശിവ്, അതെ ഞാൻ ആ രാഹുലിന്റെ മിന്നൂസിന്റെ അടുത്തായിരുന്നു. ഞാനൊരു കാര്യം കണ്ടുപിടിച്ചടാ. എന്ത് കാര്യം? രാമണിയെ, ആ രാഹുലും മിന്നൂസും തമ്മിൽ ലവാണെന്ന് തോന്നുന്നുണ്ടാ. സുബ്രോ, അവർ തമ്മിൽ ലവാണ്. ബാക്കി കഥ പറഞ്ഞേ, പറ. രാമണി വൃത്തിയായിട്ടുള്ള നീയും ചേർന്ന് അവന്റെ കൂടെ കരക്കൂട്ടാർത്താനും. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലടാ ശിബു, നിനക്ക് പറയുമ്പോ എനിക്ക് സുഖം. നിന്റെ രസം സാമ്പാറൊക്കെ പോവും. നീ വിഷയത്തെയും തന്നെ മറന്നിട്ടില്ല അമ്മേ. എന്താടി മോശമായില്ലേ? സോറി ശിവമോനെ, എന്റെ മൈൻഡ് അറിയാണ്ട് വ്യതിചലിച്ചു, സോറി. ശിവമോനെ, അതേ കൊതിയൊന്നുമില്ല. ആ മാളോടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വന്നേ നീ. എടാ പാക്കര, അങ്ങോട്ട് നോക്കി. അവന്മാർന്നിട്ട് അവിടെ വന്ന് കുശി കുശിക്കണം. നമ്മളെ പറ്റിയാണ അറിയാൻ പാടില്ല മാളു. അവരോട് പോയി ചോദിച്ചാലും നമ്മളെ പറ്റിയാണോ ഒന്ന്? നീ എന്ത് മരപ്പൊട്ടനാണ്? അവരോട് പോയി ചോദിക്കാനാ? എന്താടാ അപ്പൊ ചോറ്റുണ്ട മാളു, ചോറ്റുണ്ട. എന്റെ പൊന്നു പാക്കറോ, നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ വിട് 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 വിട്. എടാ പാക്കര, അവന്മാരെ വർത്താനം കിട്ടിട്ട് നമുക്ക് ഇട്ടുള്ള പണിയാണെന്ന് തോന്നുന്നുണ്ടാ. ആളുവേ, എന്ത് പണിയായിരിക്കും തരാൻ പോണേ? നല്ല പണിയായി മതിയായിരുന്നു. എന്റെ പൊന്നു പാക്കറോ, നീ നിന്റെ തല വെളി കാണിക്കരുത്. എന്റെ പൊന്നു മോനെ. ശിവമോനെ, മാളൂനോട് ചോദിക്കണം. അവളുടെ കൂടെ പാക്കരനുണ്ടടാ, നോക്കിയേ. പാക്കരുണ്ടെങ്കിൽ എന്തിയെ? പാക്കര നമ്മളെ മൂക്കി വെച്ചേച്ചോ. നീ ഞാൻ പേടിച്ചോണ്ട ആണുങ്ങളുടെ വല കളയാനായിട്ട്. പേടി നിങ്ങൾ പേടി ഉണ്ടെന്ന് തന്നെ പറയണ്ട ശിവ. എന്താടാ എടാ സുബ്ര, പെണ്ണായി എനിക്കില്ലാത്ത പേടി നിനക്ക്? ആശേ രാമണി, അങ്ങനെയല്ലടി നീ വിചാരിക്കണ പോലെ അല്ല. സുബ്ര, നീ ഇനി കൂടുതൽ കൊണകൊണവർത്താനം പറയാതെ കണ്ട. ഇന്നത്തോടുകൂടി ഞാൻ മാളൂരെന്നാണ് പറഞ്ഞത്. തീരുമാനമൊക്കെ നീ കണ്ടോ? അതെ ശിവ മോനെ, ഞാനത് പറയുന്നത് കേക്കടാ. എന്താടാ നീ ഒന്നും പറയാൻ നിക്കണ്ട ശിവ, ഞാൻ കലിമുത്ത് നിക്കട്ടാ. നിങ്ങൾക്ക് മാളൂന്റെ കൂടെയുള്ള ടീംസിനെ പറ്റി അറിയാണ്ടാട്ടാ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞത്. ഇപ്പൊ തന്നെ നോക്കിയാ പാക്കരം കൂടിണ്ട്. എന്തോട്ടെ പാക്കരുണ്ടെങ്കിൽ എന്തിയെ? രാമണിയാ, നിന്നോട് ഞാൻ പറയാം. ഇവനോട് പറഞ്ഞ ഒരു കാര്യമില്ല. നീ എങ്ങനെ കേക്കടി? എന്തുട്ടാണോ നീ പറയണേ? ഒന്ന് വേഗം പറഞ്ഞോളിക്ക്. എടീ രാമണിയെ, നീ ആ പാക്കറിന്റെ കൈ കണ്ടിണ്ട? നീ വലിപ്പം വരും. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി പോലെ ഇരിക്കും. എടീ രാമണിയെ, യുവമങ്കരനെ കിട്ടിയവാണല്ലോ ദുരന്തം. നമ്മളെ പറ്റിനോട് അവന്മാരെ കൊളക്കണ നോക്കിയേ. അപ്പിനി എന്താ ചെയ്യാ മാളു? നമുക്ക് പോയാലോ? കാലം നിനക്ക് നാളിലടാ ആണാന്നോട് നടക്കാൻ. ഞാനാണെന്ന് പറഞ്ഞ നടക്കാറില്ല മാളു. എന്താ മാളു? എന്റെ പൊന്നുവാക്കോ, നീ ആണാവണ്ട പെണ്ണുവാണ്ട, നീ ഇവിടെ നിൽക്കണം. അവര് നമ്മളെ തല്ലിയ എന്താ ചെയ്യാ മാളു? നമ്മള് അവര് വരുമ്പോ നീ ഒരു കുഴി ഒഴിക്കുക, എന്നിട്ട് ആ കുഴിയിൽ ഇറങ്ങിയിരിക്കും ശവമേ. മാളു, അപ്പൊ എവിടെ കുഴി കുഴിക്കണ്ടേ? എന്റെ തലയിൽ കുഴിക്കണം. എന്നാ കുഴിക്ക്. അയ്യോ പൊട്ട, ഞാൻ പറഞ്ഞത് തല്ലാൻ വരുന്നവനെ തല്ലണം, കൊല്ലാൻ വരുന്നവനെ കൊല്ലണം. മാളു, അപ്പൊ അവര് നമ്മളെ തല്ലി നമുക്ക് ഇവിടെ തിരിച്ചു തല്ലാതെ? തിരിച്ചു തല്ലിയ നിനക്ക് കൊള്ളാം. മാളു പറഞ്ഞാ ഞാൻ വേണമെങ്കിൽ കൊല്ലും. പക്കര അത്രയ്ക്ക് വേണ്ട, കൊന്നു ജയിലിൽ പോണ്ടുവരും. രാമണിയാ, ഞാനെന്ന് പറയുന്നത് കേക്കറി. അവര് വലിയ ടീംസാണ്. രാമണിയാ, നീ ഒരു കാര്യം എന്തിട്ടാ നീ നിന്റെ മാലയും കമ്മലും ഹെയർ പിന്നൊക്കെ ഒരു ശിബുവിനെ കൊടുക്ക്. അതെന്താ ശിബു നീ അങ്ങനെ പറഞ്ഞേ? അല്ല വേറൊന്നല്ല, നിന്നേക്കാൾ ചേർന്നത് അവനാ. പെണ്ണുങ്ങളുടെ പോലെ അവന്റെ കാട്ടായം. എടാ
പേടിത്തൊണ്ട സുബ്രോ, നിനക്ക് പെണ്ണായിക്കോട്ടെ എന്റെ പേടിത്തൊണ്ട. എന്റെ പൊന്നു സുബ്രോ, നിനക്ക് വല്ല കാര്യം ഉണ്ടാവും എന്റെ വായിന്നൊക്കെ. നീ എന്താ ഈ പെണ്ണുങ്ങളുടെ പോലെ നീ വന്നേടാ. രമണിയെ, നിങ്ങൾ വിചാരിക്കണ പോലെ അല്ലടി, അവര് വലിയ ടീംസ് ആണ്. എന്ത് ടീമാ? കബഡി ടീമാ? നിങ്ങൾ തമാശ പറയണ പോലെ അല്ല, നമുക്കൊന്നും കൂടെ ആലോചിച്ചിട്ട് പോയാ പോരെ. നീ ഇവിടുന്ന് ശരിക്കും ആലോചിക്കും പെണ്ണ് സുബ്രോ. ഞങ്ങള് പോട്ടെ, നാളെ ചെയ്തിരിക്കും ഇങ്ങനെ പറയാനിട്ട്. പാക്കറന്ന് കയ്യിലിട്ട് ശിവോനെ തോട്ട് മുരടിച്ചിരിക്കുന്ന ഞക്കന അവന്റേതൊന്ന് കിട്ടിക്കഴിഞ്ഞ തീരുമാനാവും. ഞങ്ങളുടെ കൈ പിന്നെ മാങ്ങ പറയാൻ പോലെ പാക്കറിടിച്ച് പുറക്കി ഞങ്ങള്. അല്ലടിമണിയെ, അല്ല പിന്നെ പാക്കറ് നമ്മൾ ഉറക്കും. അല്ല ആരിരാരും പാടി ഉറക്കും. അവസാനം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? നീ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ, ഒറ്റുത്തരം. പൊട്ട ചോദ്യത്തിന് ഉത്തരം പറയാൻ നീ വരുണ്ടോന്ന്? ഞാൻ വരാം, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, എന്റെ കൂട്ടുകാരായി പോയില്ലേ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് നിങ്ങൾ സമ്മതിക്കോ? എന്തോട്ട് കണ്ടീഷൻ? നീ ചത്ത എന്ത് കണ്ടീഷനാന്നൊന്ന് പറയടാ. ഞാൻ അവളോട് ആദ്യം സംസാരിക്കാം, എന്നിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ? കോംപ്രമൈസ് ചെയ്യാം. കോംപ്രമൈസും ഇല്ല, ഒരു പറയില്ല, ഇന്ന് ഞങ്ങളെ തീർക്കും. ഷിവമോനെ, നീ തുടങ്ങിയേ. അവൻ പറഞ്ഞാലും കാര്യമില്ലാതില്ലാതില്ലാതില്ലേ ഇല്ല. എന്തെങ്കിലും ചെയ്യും നിങ്ങള്. വാ തൽക്കാലം. ശുഭ്ര, തൽക്കാലം നീ സംസാരിക്കും. പക്ഷെ അതിനിടയ്ക്ക് അവള് വല്ല മോടി അങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ കയറി പെരുമാറും, അത് ഓർത്തോ നീ. മോട കാട്ടണേ, നിങ്ങൾ ഇടപെട്ടോ. ഞാൻ മയത്തിൽ സംസാരിക്കാൻ നോക്കാം. മയക്കാണ്ട നീ എങ്ങനെ വേണമെങ്കിൽ അവളോട് സംസാരിക്കോ. പക്ഷെ അവള് മോട്ട കാട്ടിയ അവള് പണി. നീ എന്തിട്ടാണ് ഈ പെണ്ണുങ്ങളുടെ പോലെ താളം ചവിട്ടി നിക്കണേ? ഒന്ന് വാടമില്ലേ? പെണ്ണുങ്ങളുടെ പോലെ എന്ന് പറയലൊക്കെ ശിവ, അത് ഞങ്ങൾക്കൊരു അപമാനം, അത് മനസ്സിലാക്കിക്കോ. ഒന്നും മിണ്ടാടുന്ന നിങ്ങൾ എന്താളും. ഞാൻ പറയാടാ, ഒന്ന് ശ്വാസം വലിച്ചു വിടട്ടെ. ഒന്നും മിണ്ടാടേക്ക്. എടപ്പാട് വരല്ലേ, നമ്മള് ഗുസ്തിക്കൊന്നല്ല പോണ. ശ്വാസം വലിച്ചു വിട്ട് റെഡി ആയിട്ട് നിക്കാൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഗുസ്തിയാവും, ഉറപ്പാ. എനിക്കത് മഴേ. എടാ സുബ്രോ, ഇങ്ങനെ വർത്താനം പറഞ്ഞ ഇന്റർവ്യൂല് ഇപ്പൊ കഴിയും. പാടാ മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വേണ്ട, നീ ഒന്നും ചോദിക്കണ്ട, ചോദിച്ചത് മതി. മോനെ, നിനക്ക് മാളിനോട് ഇത്ര ചോറ് വരാൻ കാരണം മാളു അഞ്ജലിക്കിട്ട് പണി കൊടുത്തോണ്ടല്ലേ? സത്യം പറ. അല്ലേ? ആടാ, നീ അങ്ങനെ എന്റെ കൂട്ടിക്കോ. അഞ്ജലിക്ക് വേണ്ടി ഞാൻ എന്റെ ഇതുപോലെ പ്രശ്നം ഉണ്ടാ. എങ്കിൽ വായോ ചോദിക്കാം. പക്ഷെ കണ്ടീഷൻ ഒക്കെ ആവണം. നിന്റെ കണ്ടിയും കുണ്ടിയും ഒക്കെ ഓർക്കേക്കാം. നീ തൽക്കാലം വായോ. അവന്മാര് വരുമ്പോ അവന്മാര് കയറി തല്ലണോ? അതെന്തടി മാളു നീ അങ്ങനെ പറഞ്ഞേ? മാളു പറയണ പോലെ. മാളു അവരുടെ ഉദ്ദേശം അറിഞ്ഞു കഴിഞ്ഞാൽ തല്ലാലും മാളു. നമുക്ക് വേറെ കാര്യം പ്ലാൻ ചെയ്യാം. എന്തൊട്ട് പ്ലാനാ മാളു? പ്ലാനൊക്കെ ഞാൻ ഇട്ടോളാം, നീ ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞ പോലെ നീ പറഞ്ഞാ മതി. മാളു, ഞാൻ എന്നിട്ട് പറയണ്ടേ? മാളു പറയണ പോലെ. സുബ്രോ, വാ പൊളിച്ചിരിക്കാണ്ട് തുടങ്ങടാ. രമണി നിക്ക്, ചോദിക്കാം. മാളു ചോക്കി. ഉത്തരം ഷീബു. താങ്ക് യു മാളു. രമണി, അവളുടെ ഒരു മറ്റടുത്ത ചോദ്യം എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. നീയൊന്ന് അടങ്ങിയ ശിവോ, നമുക്ക് സെറ്റാക്കാം. മാളു ചോക്കി. അമ്പലത്തിലുണ്ട് മണി, നമ്മുടെ സ്കൂളിലുമുണ്ട് മണി. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ വേറൊരു മണിയുണ്ട്. ആ മണി ഏത്? ആ മണി നീലാമണി. അവളുടെ ഒലക്കേല ചോദ്യം. ഇത് നമ്മൾ മാത്രം ഉദ്ദേശിച്ച വൃത്തികെട്ടവള്. ഇല്ലടി രമണിയെ, നമ്മളിത് ഉദ്ദേശിച്ചാവില്ല. അത് അവള് കോമൺ ആയിട്ട് പറഞ്ഞായിരിക്കും രമണിയെ. നിർത്തണം, നിന്റെ ഭാര്യയാണ് അവള്. കുറെ നേരായി നീ. രമണിയെ, നാളെ അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞേ. എന്താടി ഷിബുവേ, ഇവൻ പൊട്ടനാടാ, പൊട്ടനാ. നിങ്ങളൊന്ന് അടങ്ങിയേ, നമുക്ക് നോക്കാം, സംസാരിക്കാം അവളോട്. മാളു വേഗം ചോദിച്ചെടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഉത്തരം പറയണം. നാട്ടിലും പൊട്ടൻ, വീട്ടിലും പൊട്ടൻ, സ്കൂളിലാണെങ്കിലോ മരപ്പൊട്ടൻ. മാളുവേ, ഉത്തരം സുബ്രാണോ? എന്ത് സുബ്രോ, ഒന്നും ഉണ്ടായില്ലേ? കിട്ടിയില്ലേ? വയറില്ലേ? ഇപ്പൊ മനസ്സിലായി നമ്മളെങ്ങനെയാന്ന്? എടാ മരബോധമേ, നിനക്ക് സപ്പോർട്ട് ചെയ്ത് മതിയായില്ലേ? ഇപ്പൊ കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ഷിബു, നമ്മളെ തന്നെ ഉറപ്പാ. നീ ഉറപ്പും പിടിച്ചു പിടിക്കുന്നിരുന്നോ? ചോദിക്കടാ, നീടാ അത് ചോദിക്കാന്ന് പറഞ്ഞേ. ഇല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കൂട്ടാ. അല്ലേ രമണി, ഞാൻ ചോദിക്കാം. നിക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4.
ഞങ്ങൾക്കൊരു കാര്യം പറയാണ്ടി. ഇവിടെ തോച്ചിന് മറ്റേ ഓയിൽമെന്റോട് പറ്റില്ലട്ടാ. വല്ല പന്നി പടക്കം പിടിച്ച് മൂട്ടിലിട്ട് പൊട്ടിക്കണം ചാത്തിന്റെ. അഹങ്കാരം പിടിച്ചവള്. ഇവിടെ എന്തോരം വരെ പോകുന്നു നമുക്കൊന്ന് നോക്കാം. ശിവ നടക്കണേ എരിയിലാമണിയെ. ഇവനെന്തിനാണ് ഇവളുടെ കാലിലേക്ക് വർത്താൻ പറയണത്? ശിവമോനെ നീ ഒന്ന് അടങ്ങടാ. ഇത് എവിടം വരെ പോകും നമുക്കൊന്ന് നോക്കാം. നിക്ക്. അതല്ല മാളു. അതെ അത് ിയെ പരിധി വിട്ടോള്. ഓവർ സ്മാർട്ടാ. ക്ഷമേരെ പരിധി കിടക്കുന്നുണ്ട്. ആഞ്ജനേയ സ്വാമി. മാളും പാക്കണം എന്നിട്ട് വലിയ ഗൂഢാലോചന നടക്കണേ. മാളുകൊണ്ട് പറയാൻ പറ്റില്ല. സ്കൂളിന് പോകുമ്പോഴേക്കും വൃത്തികെട്ടവൾക്ക്. മാളുവേ വർത്താനം പറ്റി കഞ്ഞ. അതേ ലീലാമണിയെ ഇവനെന്തിനീ കാല് പിടിച്ച് താഴ്ന്നു വർത്താനം പറയണ? ഓ നാണം കെടുത്താൻ. ഷിബി ഒന്നടങ്ങ്. ഒരു 5 മിനിറ്റ് ക്ഷമിക്കാം നമുക്ക്. അന്നത്തെ നമുക്ക് ഇടപെടാം. നിക്ക്. മാളു അതെ ഇന്ന് നടന്നൊരു കാര്യം സംസാരിക്കാനായിട്ട് വന്നേ ഞങ്ങള്. ഇന്ന് മാളു 5 പ്രശ്നം ഉണ്ടായില്ലേ? ആ കാര്യം സംസാരിക്കാനായിട്ട് വന്നതാ ഞങ്ങള്. അയ്യോ മാളു അങ്ങനെ പയ്യല്ലേ. മാളു അത് മാളുവേ അങ്ങനെ പറയല്ലേ. ആഞ്ജനേയ സ്വാമി. ശിവേ കുറച്ചേരം ക്ഷമിക്കണം. അവളെ എവിടം വരെ പോകുന്നു നമുക്കൊന്ന് നോക്കാം. മാളുവേ നീ തോണ പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ കാശി പറഞ്ഞ അല്ലേ? മാളുവേ ഞാൻ അഞ്ചിലോട് സീറ്റ് മാറിയിക്കാൻ പറഞ്ഞില്ലേ? എന്നിട്ട് സാറ് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ അഞ്ചിലോട് സീറ്റ് മാറിയിക്കാൻ പറഞ്ഞത് നീ കേട്ടോ ഇല്ലയോ? നീ മാറിയിരിക്കാൻ പറഞ്ഞില്ലേ അഞ്ചിലോട്? ഇല്ലേ പറഞ്ഞു. നീ കേട്ടോ ഇല്ലയോ? അതാണ് എന്റെ ചോദ്യം. ഞാൻ അഞ്ജലി പറഞ്ഞു നീ മാമ മാറിയിക്കാൻ പറഞ്ഞത്. നീ കേട്ടോ ഇല്ലയോ? പറഞ്ഞതപ്പോ നീ കേട്ടോ ഇല്ലയോ? ഇല്ല ഞാൻ കേട്ടില്ല. പിന്നെ എന്ത് പഠിച്ചാ നീ കൂടെ ഇരിക്കുന്ന കാശ് പറഞ്ഞേ? എന്തിനാണ് ഈ മാളോട് നിനക്ക് അറിയില്ല? ഈ മാളോട് കാശ് പറഞ്ഞിട്ട് നിനക്കൊക്കെ സ്കൂളിലും ക്ലാസ്സിലും ഇരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നു. പക്ഷെ മാളു നീ അഞ്ജലിയോട് പറഞ്ഞില്ലേ മാറിയിക്കാൻ? സത്യല്ലേ? ഇല്ലേ? ഞാൻ പറഞ്ഞു ഇല്ലെന്നുള്ള കാര്യം. നീ കേട്ടോ ഇല്ലയോ? അതാണ് ചോദ്യം. മാറി നടക്കാൻ അവളുടെ ചോദ്യം ഞാൻ മാറ്റി കൊടുക്കാം. എടി കുണ്ടാൻ വേണ്ടി തലേത്തി ഞാൻ കേട്ടോട് നീ പറയണത് എന്തേടി? നീ കൊറേ നേരമായില്ലേ സുബുവിനോട് ഒന്ന് കൊണക്കുണ്ടായ? നീ എന്തുണ്ടാക്കുന്നടി? ഇല്ലാടി ആരോടാണ് ചൂടാവണെന്ന് നോക്കി കണ്ടും മിണ്ടിക്കോ. ഇല്ലെങ്കിൽ നീ വിവരം അറിയും. നീ ആരാനായിട്ട് നിന്റെ വിചാരം? ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളാ. നീ പോയേരി മരക്കണ്ടി മാളു. നീ എന്നോട് ചിരിച്ചേ? ചിരിക്കാൻ പറഞ്ഞേ? നിന്റെ പറി ഞാൻ തമാശ പറഞ്ഞ ചിരിക്കാനാ പറഞ്ഞേ, അല്ലാണ്ട് എന്റെ ശത്രുക്കളെ തമാശ പറഞ്ഞ ചിരിക്കാനല്ല. വൃത്തികെട്ടൻ. അയ്യോ അങ്ങനെയാണ്
ഭൂതമേ. നിന്നെ എതിർത്ത് നിന്നല്ലേ കുഴപ്പമുള്ളൂ, നിന്നെ എതിർത്ത് ഇരുന്ന കുഴപ്പമില്ല. ഹിമോനെ താങ്ക്സ്ടാ. പോയി പാണ്ടി വാളോ പേടിപ്പിക്കാൻ പോടി. അയ്യോ മാളുവാ, സോറിടി, ഞങ്ങൾ ഓർത്തേക്കാൻ മറന്നുപോയി. ഒറ്റ പറ്റിട്ടെ, ഞങ്ങൾ ഓർത്തേക്കട്ടെ. ഇവിടെ നീ എന്തെങ്കിലും നോക്കി നിക്കണേ? ഓർത്തു വെച്ചി, മാളു പറഞ്ഞു കേട്ടില്ലേ? അവളൊരു പോലീസുകാരന്റെ മോളാണ്, ഓർത്തു വെച്ചി. ആ ഞാൻ ഓർത്തിട്ടില്ല. പള്ളി നമ്മുടെ ക്ലാസ്സിലുള്ളതാണ്. എന്റെ മേള് പറഞ്ഞ ആരെ തിരുത്താൻ അപ്പുറത്തെ ക്ലാസ്സിലുള്ളതാണോ? കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മണ്ണ ബുദ്ധിയുണ്ടെങ്കിൽ വിളിക്കാറുണ്ടോ? നീ പറഞ്ഞ പോലെ നീ പോലീസുകാരന്റെ മകളാണ് ഞങ്ങൾ ഓർക്കുന്നുട്ടാ. ഈ മാള് ഈ 3ാം ക്ലാസ് ആയിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ നീ ഒന്നും ഉണ്ടാവില്ല. അതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ള. ഈ 3ാം ക്ലാസ് ആയിലാണ് ഞങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഞങ്ങൾ സോറി പറയിപ്പിച്ച് കാലെ പിടിപ്പിച്ചിരിക്കും. ഓർത്തോ കുറച്ച് ഉറപ്പുണ്ട് നിനക്ക്. എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കൊച്ചുകാരിയാ. മാളോ, നീ കൂടുതൽ വർത്തമാനം പറയണ്ട. നീ അഞ്ചിനോട് സീറ്റ് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് നീ വില പറഞ്ഞില്ലേ സാറിനോട്? ഇല്ലേ? അതെന്റെ ഇഷ്ടം, അതിന് നിനക്കെന്താ? എന്താണ് അപ്പൊ കള്ളസാക്ഷി പറഞ്ഞ ഞങ്ങളുടെ ഇഷ്ടം. നീ കൊണ്ട് കേസ് കൊടുക്കിട്ട്. നിന്റെ തന്തയില് പോലീസല്ലേ, കേസ് കൊടുക്ക്. എന്റെ അച്ഛനെ പറയാനാണോ നീയൊക്കെ? അനുഭവിക്കണോ? അവള് ചമ്മി നാണം കിട്ടു. അല്ല പിന്നെ നമ്മള് പിന്നെ വേറെ ലെവലല്ലേ. രസീബ് മോനെ, ശ്രീരാമണിയെ അത്രയ്ക്ക് വേണ്ടായിരുന്നോടാ. നിങ്ങൾക്ക് അറിയാണ്ട അവളെ പറ്റി അറിയില്ല നിങ്ങക്ക്. എന്താണ് കുട്ടാ എന്തറിയുന്നു? അവള് പേടിച്ചു പോയിന്ന് കണ്ടില്ലടാ. അവള് പേടിച്ചു പോയതൊന്നും നിങ്ങൾ നോക്കണ്ട. അവള് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല, വലിയ സംഭവമാണ്. അവള് എന്ത് സംഭവം എന്റെ പൊന്നു സുബ്രോ നീ പറയണ? അവളെ അച്ഛൻ പോലീസ്, അതാണ് നീ പറഞ്ഞേ. അതിനൊന്നും നീ പേടിക്കണ. അവളുടെ അച്ഛൻ പോലീസ് ആയോണ്ടല്ല ഞാൻ പറയണ. അവള് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. അവള് വിചാരിക്കുന്ന പോലല്ല. പിന്നെ എങ്ങനെയാണ് അവള്? നീ ഒരു രസീബ് മോനെ, ശ്രീരാമണിയെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അവൾക്ക് 4 ചേട്ടന്മാര്, 5 ചേട്ടന്മാര്, 6 ചേട്ടന്മാര്, പിന്നെ 3 B, 3 C, 3 D. അവരുള്ളവരൊക്കെ ബന്ധുണ്ട്. അവര് വന്നിട്ട് പൊതിച്ചിട്ട് പോകും നമ്മളെ. ഇന്ന് പോയി എന്റെ സുബ്ര, അവരോലത്ത് നമ്മളെ ഇപ്പൊ തന്നെ കണ്ടില്ലേ മകള് പേടിച്ചു പോയത്. ആടാ, നിന്നെ തല്ലിക്കൊള്ളണ കാര്യം കൂടാലോചന്റെ എന്താ? എന്റെടാ നീ നിന്റെ കാര്യം നോക്കി പോയി. എന്റെ രാഹുല, നീ ഇതിന് ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടണേ. മാളോനെ പറ്റി പറയുമ്പോഴേക്ക് ഓടി വരാൻ നിന്റെ ആരുടെ മാളു? രാഹുല, നീ വന്നതിന്റെ കാര്യം പറ. പിൻവലിക്കാണ്ടിരിക്കലും കാര്യം പറ. എന്റെടാ അവൻ പറഞ്ഞു എന്ത് ശരിയെന്ന്? നിനക്ക് നാണില്ലാണെന്ന് പറഞ്ഞ് നടക്കാനായിട്ട് എന്റെ പൊന്നു രാഹുലെ. രാമണിയാ, രാഹുല് പറഞ്ഞു ശരിയടി. നിങ്ങൾക്ക് അറിയില്ല മാളോനെ പറ്റി. മാള് നല്ല പണി തരും. ഇപ്പൊ ആലോചിക്കണ്ടോ നമുക്കുള്ള പണി? ഇനി എന്താ ചെയ്യാ? നീ കണ്ടോ അവർക്കുള്ള പണി ഈ മാള് കൊടുക്കും. ഈ മാളോട് കളിച്ചെടുത്തും മര്യാദയ്ക്ക് പോയിട്ടില്ല. മാള് എന്ത് പണി കൊടുക്കാൻ മോനെ? എന്തായാലും നീ ഉദ്ദേശിച്ച പണിയല്ല, അവർക്കുള്ള പണി ഒടുക്കത്തെ പണിയാ. നീ കണ്ടോ? നീ കണ്ടോ അവർക്കുള്ള 8ന്റെ ചിമിട്ടം പണി? എന്ത് പണിയെന്ന് പറയടി, പറ. അവർക്കുള്ള പണി എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ സുഖം പോവും. നീ കണ്ടറി കാണറി. അപ്പൊ അവർ കരഞ്ഞോണ്ടോടോ? അവര് കരയ മാത്രല്ല, ഈ മാളൂനെ പേടിച്ച് കരഞ്ഞ് തൂറിയോടും. നീ കണ്ടോ? നല്ല രസായിരിക്കില്ല. ഇപ്പൊ രസാണ് സാമ്പാറാണെന്നൊക്കെ നീ കണ്ടറി. പറയണ പോലെ അവര് വിചാരിക്കണ്ടോ ഈ മാള് പണി കൊടുക്കില്ല, വെറുതെ ഇരിക്കുന്നു. മോനെ, നമ്മൾ വിചാരിക്കും മാള് പണി തരില്ലെന്ന്. പക്ഷെ അവള് തരും പണി. എനിക്കറിയാം മാളൂനെ. ഈ മാള് കൊടുക്കും. അവര് പ്രതീക്ഷിക്കാത്ത നല്ല 8ന്റെ പണി. നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല 8ന്റെ പണി ആയിരിക്കും അവളത് കിട്ടാ. നിങ്ങൾ കണ്ടോ? ആ പണി കിട്ടും. അവൾക്ക് മനസ്സിലാവും ഈ മാള് ആരാണ്.
ശുഭ്രന് സപ്പോർട്ടായിട്ട് വന്ന് ഞങ്ങളുടെ വായന കൂട്ടാ. നീ വിട്ടുപിടി. രമണിയെ ഇവർ രണ്ടാളും മാളുവിനെ പൊക്കി പറഞ്ഞല്ലോ. എന്ത് സംഭവം? എന്തൊക്കെയാണ് ഇവിടെ കാട്ടണേ? എടാ ശുഭ്ര, ഈ മാളുവിനേക്കാളും വലിയ ടീം സാറാ ഞങ്ങള്. അതുകൊണ്ട് നീ മാളുവിനെ പൊക്കി പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ അടുത്ത് മുട്ടാ മാളു ഒന്നുമല്ല, മനസ്സിലാക്കിക്കോ. രമണിയെ ഞാനൊന്ന് പറയണത് കേക്കടി നിങ്ങള്. സ്കൂള് മാറി വന്ന നിന്നെ ഞങ്ങളുടെ ഗാങ്ങിൽ ചേർത്ത് ഞങ്ങളുടെ തെറ്റി. നീ അവൾക്ക് സപ്പോർട്ട് അല്ലേ? മോനെ ഞാൻ അവൾക്ക് സപ്പോർട്ട് പറഞ്ഞല്ലടാ ഈശ്വരപ്പാരേ. ഇങ്ങനെ ഒരു പേടിത്തോണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഗാങ്ങിൽ ചേർത്താന്ന് ഓർക്കുമ്പോ അപമാനം തന്നെ. വിജയഗിരി സ്കൂളിൽ ഒന്നാം ഞാൻ അവള് ഒത്തിച്ച് പഠിച്ച എനിക്കറിയാം അവളുടെ സ്വഭാവം. ഏത് കുട്ടീനെ അറിയാന്ന് മിണ്ടാണ്ട് പോയടാ. അവൾക്ക് സപ്പോർട്ടും പിടിച്ചു വന്നത്. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ അവൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇത് വിജയഗിരി സ്കൂളല്ല, ഇത് അഷ്ടമിച്ചറ സ്കൂള്. വിവരറിയവള് അവൾക്ക് വിജയഗിരി സ്കൂള് അവളുടെ കൂടെ പഠിച്ച അനുഭവത്തിൽ ഞാൻ പറയുന്ന അവള് വിചാരിക്കുന്ന പോലെയല്ല. ഈ മാളൂന് എവിടെ വരാ പോല അവരൊക്കെ കാണാനിരിക്കുന്നുള്ളൂ. മാളു ആരാന്ന് എനിക്കറിഞ്ഞ മാളു ആരാന്ന്. അവർക്കുള്ള പണിയൊരുക്കാം. ഇനി നീ കൂടുതൽ നേരം അവളെ പൊക്കി പറഞ്ഞതിന്റെ വായ ഞാൻ തുണി കുത്തിയിട്ടും ശാപമേ. എടാ സുബ്രഹ്മണെ, നിന്നേക്കാളും അവളെക്കാളും കൂടുതൽ ഈ അഷ്ടമിച്ച സ്കൂളിൽ ഞങ്ങൾക്കറിയാം. അത് ഓർത്ത നീ. ഈ 3ാം ക്ലാസ് ഏഴിലാണ് ഞങ്ങൾ പഠിക്കണമെങ്കിൽ അവള് ഞങ്ങളെ തൊടാൻ പോണില്ല. വിവരറിയവള് അല്ല പിന്നെ ഞങ്ങളോടാ. എടാ സുബ്ര, മാളുവിന്റെ കളി വിജയഗിരി സ്കൂള് അങ്ങ് അവിടെ. ഇത് അഷ്ടമിച്ച സ്കൂളാണ്, അഷ്ടമിച്ച സ്കൂള്. അവളറിയും. സ്കൂൾ മാറി വന്നവരൊന്നും അധികം മെങ്കിലിക്കാറായിട്ടില്ല. അത് ഓർത്തോ നീ. പ്ലാനൊക്കെ ഞാൻ ചെയ്തോളാം. നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ഈ മാളിനോട് പൊക്കാൻ വരുമ്പോ നീ ഓർക്കണം എങ്ങനത്തെ പണിയെ കിട്ടാന്ന്. പൊട്ടം പാക്കറ, നിന്നോട് പറഞ്ഞു പണി ചെയ്. ആരെങ്കിലും വരുന്നോ നോക്കണ നോക്ക്. അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവും. ഇത് പപ്പ തന്ന പൈസ. ഈ പൈസ കൊണ്ട് ഒരു കളി കളിക്കാൻ പോവാ. എന്ത് കളിയാ മാളു? ഇങ്ങനൊരു പൊട്ട പൊന്നു പാക്കറ, ഞാൻ അക്കീ പൊക്കെ നിനക്ക് മേടിച്ചത്. നീ ആരെങ്കിലും വഴിച്ചോ നോക്കണ. പാക്കറ, നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണ പൊട്ടോ നോക്ക്. പാക്കരം പൊട്ടാ, പ്രായം പറഞ്ഞതിന്റെ ഒരു സുഖമില്ല. നീ കണ്ടറി. എടാ പാക്കര, ഈ പണിയോടുകൂടി അവന്മാര് സ്കൂളിൽ തന്നെ പുറത്തു പോകും. നീ കണ്ടോ? ഈ മാളൂരോട് കളിച്ചു കഴിഞ്ഞാ എങ്ങനെ ഇരിക്കുന്ന അവന്മാരെ അറിയാൻ പോണുള്ളൂ. നീ കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടം. നീ കൂടുതൽ വളർത്താനും പറയാണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. നോക്കടാ. എടാ സുബ്രഹ്മണെ, ഇനി എങ്ങനെ നീ അവളെ സപ്പോർട്ട് പറഞ്ഞു നിന്റെ വായിൽ ഞാൻ തൊപ്പിടും. അത് നീ ഓർത്തോ. കേക്കടാ. അഞ്ജലിക്കുട്ടി എന്താ ഇവിടെ? അഞ്ജലിക്കുട്ടി പിന്നെ ഇവിടെ പിന്നെ അവിടെ കണക്ക് സ്കൂളല്ലേ? അശേ. എടാ സുബ്ര, നീ ഇനി മിണ്ടി കഴിഞ്ഞ വായിൽ ഞാൻ തൊപ്പിടും. മിണ്ടാടവിടെ നിന്നോ ശാപമേ. എടാ ശിവ മോനെ, എന്താടാ? എന്താന്ന്? ഒന്നുമില്ല, മിണ്ടാടവിടെ നിന്നോ നീ. രാഹുലെ, നിനക്ക് ഉളുപ്പുണ്ടായി വർത്താനം പറയട്ടെ. എന്താ? അല്ല വേറൊന്നല്ല, നീ മിന്നൂസ് അവിടെ നിന്ന് ക്ലാസ്സിൽ നിന്ന് വർത്താനം പറയണ്ടേ? അത് ചോദിക്കാൻ. എന്റെ പൊന്നിരാകലെ, നീ ഒന്നും മിണ്ടാടിനെ. ഷോ അഞ്ജലിക്കുട്ടി തമാശ പോടുന്നു. അഞ്ജലി വേറൊന്നല്ലടി, ആ മാളുവിന്റെ കാര്യം പറയാറുണ്ട് ഞങ്ങള്. അവൾ എന്ത് സംഭവം മാളോ? നിന്നോട് അവള് ചെയ്തേനെ അവൾക്ക് 8ന്റെ പണി കൊടുത്തിരിക്കും. ഷിപ്പോ ഇവനത് എന്ത് ഭവിച്ചത്? അയ്യോ അഞ്ജലി, നീ കണ്ടോ അവൾക്കുള്ള പണി ഷിബും പിള്ളേരും എടുക്കണത്? ഷിബു മോനെ, ആവേശത്തിൽ കയറി ഓരോന്ന് പറയലടാ. എന്തിനാടാ?
എടാ മുടിഞ്ഞവനെ, നീ കൊറേ നേരം കിടന്ന് കൊണക്കാൻ തുടങ്ങിട്ട് എന്താടാ? ഒന്നില്ല ജീവനെ, നീ കണ്ടിന്യൂ ചെയ്തോ. അല്ല പിന്നെ കൊറേ നേരായവൻ. അഞ്ജലി കുട്ടി പേടിക്കണ്ട, ഞങ്ങളുള്ളപ്പോ കേട്ടാ. യമുന ജസ്റ്റ് പറയുന്ന ഞാൻ അവളോട് ഇടയ്ക്കായിട്ട് തട്ടിരിക്കട്ടെ. ഒരു നന്ദിയൊന്നും ആവശ്യമില്ല അഞ്ജലി, ഇതൊക്കെ എന്റെ കടമല്ലേ. ഇവര് തെറ്റിലുള്ള പുറപ്പാടാണ് ഈശ്വരപ്പാരേ. ഈ പണിയോടുകൂടി അവന്മാരുടെ കടി അവസാനിക്കും. ഇതോടുകൂടി തീർന്നവര്. എന്താണ് മക്കളെ, ആരെങ്കിലും വന്നാ? അല്ല മേള് എന്തിനാ അത്രയും പൈസ ഷിബുവിന്റെ ബാഗിൽ വെച്ചേ? ഓ എടാ പൊട്ട, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. മേളല്ലേ പറഞ്ഞ അവര് ശത്രുക്കളാണ്, പിന്നെ എന്തിനാ പൈസ ഷിബുവിന്റെ ബാഗിൽ ഇട്ടേ? ഓ ഇങ്ങനൊരു പൊട്ടൻ. മേള് പറ, എന്തിനാ പൈസ അവന്റെ ഇട്ടേ? എന്റെ പൊന്നു പൊട്ടൻ പാക്കര, നീ അടുത്ത് വന്നിരിക്കും, ഞാൻ പറയാം. വായോ മേള് പറയണ പോലെ. എടാ പാക്കര, ഇനിയാണ് ഈ മാളുവിന്റെ കളി കാണാൻ പോണത്. ആ ഷിബുവിനും പിള്ളേരും ഞാൻ കള്ളന്മാരാക്കും, നീ കണ്ടോ? അതെങ്ങനെ മേള് പറ, എങ്ങനെയാ? അതെങ്ങനെയാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും നിനക്കായിട്ടില്ല, നീ കണ്ടോ? മോനെ എടാ അഞ്ജലി കുട്ടി, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഇല്ലമ്മനെ നീ ഒന്ന് മാറിഞ്ഞടി. ഞാൻ പറയണ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ശിവമോനെ. എന്താടാ നീ പറയണ കാര്യം ശ്രദ്ധിക്കാണ്ട് കേട്ടാലോ കുഴപ്പമുണ്ടാ? ഈശ്വരപ്പാരേ, എന്റെ ശിവമോനെ നല്ല പൊതി കൊടുക്കണേ. നീ കാര്യം പറ, എന്തിട്ടാണ് വെറുതെ ശല്യപ്പെടുത്താനായിട്ട്? ശിവമോനെ, അവൾക്ക് പണി കൊടുക്കണ കാര്യം ആലോചിക്കാണ്ട് അവളേത് കിട്ടണ പണി എന്തിട്ടാന്ന് ആലോചിക്കണ. എന്തിട്ടാടാ നീ അതിഥി കിടക്കണ്ടട്ടാ? അവളത് എന്ത് പണിയിട്ടാണ്? അവളൊരു പറയും ചെയ്യാൻ പോണില്ല, നീ കണ്ടോ? ഇവനെ കൊണ്ട് അഞ്ജലി പറ, എന്തിനെ വിളിച്ചേ? അസേ എന്തോന്ന്? രാവിലെ കൂട്ടാ അവൻ കടിച്ചോ ഇല്ല, നീ അവനോട് പോയി ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവൻ പറയും. എടാ രാഹുലേ, നീ അവനോട് പോയി ചോദിച്ചടാ, നീ എന്നോട് പറയുന്നതൊക്കെ. എന്റെ പൊന്നു സുബ്രു, അഞ്ജലിനെ കണ്ടപ്പോ ഇവൻ എന്ത് കാട്ടാണ്? അതുകൊണ്ട് പറഞ്ഞു പോലെ ക്ഷമിക്കണോ? ഞാൻ ക്ഷമിച്ചിട്ട് എന്ത് കാര്യം രാഹുലെ, അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ലടാ. അഞ്ജലി കുട്ടി എന്തിനെ പേടിക്കണേ? അവളൊന്നും ചെയ്യാൻ പോണില്ല. ഈ ഷിബുനോട് മുട്ടാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല മോളെ. അഞ്ജലി പേടിക്കണ്ട, ഞങ്ങളില്ലേ, ഞങ്ങളോട് മുട്ടാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല ഇപ്പൊ തൽക്കാലം കേട്ടാ. അത് മനസ്സിലാക്കാൻ പറ്റും. അഞ്ജലി കുട്ടി പറഞ്ഞോണ്ട് ഷിബുമോ സൂക്ഷിക്കാം. പേടിക്കണ്ട അഞ്ജലി, പേടിക്കണ്ടാട്ടാ. രാഹുലെ, നീ പൊട്ടനാടാ, പൊട്ടനാ. രാഹുലെ, അവൻ അഞ്ജലിന് ഇഷ്ടാണ്, അല്ലാണ്ട് കോഴിയൊന്നും ആയിട്ടല്ല. അപ്പൊ ഷിബുവിന് നിന്നെ ഇഷ്ടല്ല സുബ്രു, അതുകൊണ്ടാണ് നീ പറയണത് കേൾക്കാത്തത്. രാഹുലെ, ഒന്ന് മിണ്ടാടിനാടാ. ഇമ്മാതിരി ചിമിട്ട മണി അവന്മാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല, അല്ലട പാക്കര. മേളൊരു സംഭവം തന്നെ. എങ്ങനെ മേള ഇമാതിരി ഐഡിയ ഒക്കെ കിട്ടണേ? എടാ പാക്കര മോനെ, എന്ത് മേള് എന്ത്? എടാ പൊട്ടൻ പാക്കര, നിന്റെ തന്തല്ല എന്റെ തന്ത. എടാ പൊട്ടൻ പാക്കര, ഞാനൊരു പോലീസുകാരന്റെ മകളാടാ, മകള്. ഞാൻ ആരും ചിന്തിക്കാത്ത വഴി ചിന്തിക്കും ബുദ്ധിപരമായി. മനസ്സിലായ? നീ മനസ്സിലാക്കിട്ടിരുന്നാ മതി. ഈ മാളിനെ എതിർക്കുമ്പോ ആലോചിക്കണം. ഭയം വേണം, ഭയോ. എനിക്ക് ഭയണ്ട് മാളുവിനെ, ഞാൻ എതിർക്കില്ല മാളുവിനെ. എതിർക്കാതിരുന്നാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നീ പൊത വാങ്ങിക്കും, പൊത. പറയണ പോലെ. ബെല്ലടിച്ചല്ലോ, സാറപ്പ വരും. ബെല്ലടിച്ചു. അയ്യോ, ഇന്റർവ്യൂല് കഴിഞ്ഞു. അഞ്ജലി കുട്ടി ബായോ, ബെല്ലടിച്ചു, ക്ലാസ്സിൽ കയറാൻ ബായോ. ഈ പീരീഡ് ജമ്മിട്ടിട്ടാന്ന് തോന്നണേ. മധുമാഷ് ചിലപ്പോ ബാക്കി പേപ്പർ കൊണ്ടുവരാൻ സാധ്യത. ജമ്മി ടീച്ചർ ആയാ മതിയായിരുന്നു, അല്ല ഷിമോനെ? അടിയിലാമണിയെ. ഓ, ജമ്മി ടീച്ചർ ഇന്ന് ലീവാണോ? അയ്യോ, ഷിമോനെ വാടാ, ക്ലാസ്സിൽ കയറാം, ഇല്ലെങ്കിൽ അതിന് കിട്ടും നമുക്ക്. ബായോ.
മേള് പൈസയുടെ കാര്യം ഇങ്ങനെ സാറിനോട് പറയാൻ പോണത്. എടാ പാക്കര, മധു സാറില്ലെങ്കിൽ പച്ചവൻ സാറ്, ഇവരോട് രണ്ടുപേരോട് ഒരാളോട് പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ. എന്നാലേ അവന്മാരുടെ കാര്യം തീരുമാനമാവുള്ളൂ. മേള് നീ എന്താ പറയാൻ പോണ സാറുമാരോട് ഒന്ന് പറഞ്ഞേ. എടാ പാക്കര, നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരോടാ പറഞ്ഞേ? നീ ആള് കൊള്ളാലോടാ. ഇടയ്ക്കൊക്കെ നിക്കട്ടാ, ഞാൻ അഭിനയിച്ച് കാണിക്കാം. നിക്ക് സാറേ സാറേ, എന്റെ പൈസ കാണാനില്ല. ആരും എടുത്തു പൈസ. അയ്യോ സാറേ. സൂപ്പർ അഭിനയം, നീ ഒരു സംഭവം തന്നെ. ഇതൊക്കെ ചെറുതല്ലടാ പാക്കറ, ചെറുത്. പാക്കറ, അവന്മാര് വരുന്നുണ്ട് കേട്ടോ. അവന്മാരെ മൈൻഡ് ചെയ്യണ്ടോ, മൈൻഡ് ചെയ്യണ്ടോ. ഞാൻ മൈൻഡ് ചെയ്യില്ല, മേള് പറയണ പോലെ. ലീലാമണിയാ, ആ വൃത്തികെട്ടുള്ള തുറച്ചു നോക്കിയിരിക്കണ്ട്. നോക്കിയേ. കണ്ട് വൃത്തികെട്ടുള്ള കണ്ടു. എന്താടാ പാക്കരാ, സുഖല്ലേ? ശിവമോനെ സുഖണി, നല്ല സുഖ. ഞാൻ മൈൻഡ് ചെയ്തില്ല മേളു, സംസാരിച്ചല്ലോ. ടീച്ചർമാരെ, എമ്മി ടീച്ചറാവണേ, മധുമാഷാവല്ലേ. അയ്യോ, മോനെ കല്യാണം പ്രാർത്ഥിച്ചോ, പേപ്പർ കിട്ടിയാ തീർന്നു.